ഇതിൽ പറയുന്നത് പെർസെൻറ്റേജിനെ കുറിച്ചാണ്. ഇപ്പോൾ 10% എന്ന് വെച്ചാൽ എന്തും 10/100. ഏതൊരു നമ്പറിന് പെർസെൻറ്റേജ് വെച്ചാൽ ബൈ 100 എന്ന് എഴുതണം. ഇനി ഒരു നമ്പറിൻ്റെ 5 ആണെങ്കിൽ എക്സാമ്പിളായിട്ട് അതിൻ്റെ 10% എന്ന് വെച്ചാൽ 5 × 10/100. പിന്നെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതിന് ആൻസർ കണ്ടുപിടിക്കണം. പിന്നെ ഒരു നമ്പർ, ആ നമ്പർ എത്രയാണ് നമുക്ക് തന്നിട്ടില്ല, അതിൻ്റെ 10% എന്ന് വെച്ചാൽ 2 ആണ് എങ്കിൽ നമ്പർ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം ഏത് നമ്പറിൻ്റെയാണെന്ന് അറിയില്ല, ടോട്ടൽ ഏതാണെന്ന് അറിയില്ല, അതിൻ്റെ 10% ആണ് 2. നമുക്ക് ആ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 എഴുതാം, ഈ പെർസെൻറ്റേജ് നമുക്ക് റെസിപ്രോക്കൽ ഇടാം 100/10. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. 20യുടെ 10% ആണ് 2. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ഒരു നമ്പർ തന്നു, അതിൻ്റെ പെർസെൻറ്റേജ് തന്നു, നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ നമ്പർ ഇൻറ്റു 10%, 10/100. ഇവിടെ അങ്ങനെയല്ല, നമ്പർ തന്നിട്ടില്ല, പെർസെൻറ്റേജ് തന്നു, അതിൻ്റെ ആൻസറും കിട്ടി. പക്ഷേ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 × 10/100 തിരിച്ചിടണം. റെസിപ്രോക്കൽ 100/10, ആൻസർ 20. പിന്നെ ഒരു നമ്പർ തന്നു 5 അല്ലെങ്കിൽ 5, അതിൻ്റെ പെർസെൻറ്റേജ് 10% ഓഫെന്നോ ഓഫറിനോ ഡിസ്കൗണ്ടോ ഡിക്രീസിനോ റെഡ്യൂസിനോ റിഡക്ഷനോ അങ്ങനെ കുറവ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു സാധനം 5 രൂപയ്ക്ക് വാങ്ങിച്ചു, ഇത്ര പെർസെൻറ്റേജ് ഓഫർ കിട്ടി അല്ലെങ്കിൽ ഓഫ് കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി, അങ്ങനെയാണെങ്കിൽ ആ സാധനം നമുക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5 × 10% ആണ് നമുക്ക് ഓഫർ കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ആകെയുള്ള പെർസെൻറ്റേജ് 100% ആണ്. 100ൽ നിന്ന് 10 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 90 എന്ന് കിട്ടും. നമുക്ക് 100%ൽ 90% കൊടുത്താൽ മതി ഓഫർ ആയതുകൊണ്ട്. 5 × 90/100. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4.5 എന്ന് കിട്ടും. കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 4.5 എന്നോ അല്ലെങ്കിൽ 4.5 എന്ന ആൻസർ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അതായിരിക്കും കേട്ടോ. ഇനി 5 റുപ്പീസിന് ഒരു സാധനം വാങ്ങിച്ചു, 10% ഇൻക്രീസ് അല്ലെങ്കിൽ റേസ് ചെയ്തു, കുറയല്ലേ ചെയ്ത, കൂടി, അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് പേ ചെയ്തു. അപ്പോൾ 5 × ആകെ 100% ആണ് നമുക്കറിയാം, 10% കൂടി എന്നാണ് പറയാം, 100ൻ്റെ കൂടെ 10 കൂട്ടുക, അപ്പോൾ 110/100. എന്നിട്ട് കട്ട് ചെയ്തുമ്പോൾ നമുക്ക് 5 രൂപ കിട്ടും, അല്ലെങ്കിൽ 5.5 എന്നോ അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത് ഓഫർ ഡിസ്കൗണ്ട് ഡിക്രീസ് റെഡ്യൂസ് റിഡക്ഷൻ അങ്ങനത്തെ കുറയ്ക്കണ കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ പെർസെൻറ്റേജിൽ നിന്ന് 100ൽ നിന്ന് ആ പെർസെൻറ്റേജ് കുറച്ചിട്ട് ഇൻറ്റു ചെയ്യാം. കൂടണ കാര്യം പറയുകയാണെങ്കിൽ 100ൻ്റെ കൂടെ 10 ആഡ് ചെയ്യാം. നമ്മൾ സാധാരണ പഠിച്ച സ്ക്വയർ, 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2^2, 3 സ്ക്വയർ എന്ന് വെച്ചാൽ 3^2, ഇതൊക്കെ നമുക്കറിയാം. അത് ഫ്രാക്ഷണൽ രീതിയിലാണെങ്കിൽ മുകളിലത്തേനും ആ പവർ വേണം, താഴത്തേനും വേണം. 2/3 എന്നർത്ഥം. 2യുടെ പവർ 2, 3യുടെ പവർ 2 ആണ്. ആൻസർ 4/9. അതറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ കാണാതെ പഠിക്കണം, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, അങ്ങനെ നമുക്കൊരു 20 സ്ക്വയർ വരെയൊക്കെ കാണാതെ അറിയുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ഒന്നും കൂടിയും പെട്ടെന്ന് ആൻസർ കിട്ടും. അതൊക്കെ എല്ലാവരോടും പഠിക്കാൻ പറഞ്ഞിരുന്നു. എല്ലാത്തിനും സ്ക്വയർ 20 വരെയുള്ള അതിൻ്റെ സ്ക്വയർ കാണാണ്ട് പഠിച്ചാൽ നമുക്ക് തിരിച്ച് സ്ക്വയർ റൂട്ട് 1ൻ്റെ സ്ക്വയർ റൂട്ട് 1 ആണ്, 4ൻ്റെ സ്ക്വയർ റൂട്ട് 2 ആണ്, 9ൻ്റെ സ്ക്വയർ റൂട്ട് 3 ആണ്. അപ്പോൾ തിരിച്ചെല്ലാതും 20 വരെയുള്ളത് 400 വരെയുള്ളത് നമുക്ക് കിട്ടുകയാണെങ്കിൽ സ്ക്വയറും സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. സ്ക്വയർ റൂട്ട് നോക്കാതെ സ്ക്വയർ റൂട്ട് ഓഫ് 49 7, സ്ക്വയർ റൂട്ട് ഓഫ് 25 5, സ്ക്വയർ റൂട്ട് ഓഫ് 100 10. നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 125 വന്നു. അപ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 125ന് നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. 125ന് 5ൽ 25 ടൈംസ്, 25ൽ 5 ടൈംസ്, 3 5 ആണ്. അതിൽ 2 മാത്രം നമുക്ക് പെയറായിട്ട് എടുത്ത് അതിലൊരു 5 നമ്മളെടുത്തു, ബാക്കി ഒരു 5ന് പെയറില്ല, അത് റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതി. അപ്പോൾ റൂട്ട് 125ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5√5 ആണ്. നമ്മളെന്താ ചെയ്തത്, അതിന് ഫാക്ടറൈസേഷൻ ചെയ്തു, പെയറായിട്ടുള്ള തന്നെ റൗണ്ട് ചെയ്യാം, അതിൽ നിന്ന് ഒരു 5 പുറത്തേക്ക് എടുത്തു, പിന്നെ ഉള്ളതിന് പെയറില്ല, അത് സ്ക്വയർ റൂട്ടിനുള്ളിൽ എഴുതി. അപ്പോൾ 125ന് സ്ക്വയർ റൂട്ട് 5√5. ഇനി 200ന് ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 2 × 2 × 2 × 5 × 5 എന്നാണ് കിട്ടിയത്. 2 2കളെ നമുക്ക് പെയറാക്കി എഴുതാൻ പറ്റി, 2 5നെ നമുക്ക് പെയറാക്കി എഴുതാൻ പറ്റി. ഒരു 2 അതിൽ എക്സ്ട്രാ ആണ്, 2 2ന്ന് ഒരു 2 പുറത്തേക്ക് എടുക്കുക, 2 5ന്ന് ഒരു 5ഉം പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 × 5 എത്ര, 10. ആ 10 നമ്മൾ പുറത്ത് എഴുതി. നമുക്ക് പെയറില്ലാത്ത ഒരാളിന് നമ്മൾ സ്ക്വയർ റൂട്ടിനുള്ളിൽ എഴുതി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 200 എന്ന് പറയുന്നത് 10√2 ആയിരിക്കും. ഇതുപോലെ ഫ്രാക്ഷൻ്റെ സ്ക്വയർ റൂട്ട് ചോദിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 49/25. അപ്പോൾ 49ൻ്റെ സ്ക്വയർ റൂട്ട് 7, 25ൻ്റെ സ്ക്വയർ റൂട്ട് 5. 100/36 ആണെങ്കിൽ 100ൻ്റെ 10, 36ൻ്റെ 6. ഈ ഓപ്ഷനിൽ 10/6 ആവുന്നില്ല, അതിൻ്റെ സ്മോളസ്റ്റ് ഫോം ആവാം, ഡെസിമൽ ഫോം ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഈ ഓപ്ഷൻ തന്നെ ഉണ്ടാവണം നിർബന്ധമില്ല. അത് കഴിഞ്ഞപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 125/25. 25ന് നമുക്ക് 5 ആണെന്നറിയാം, 125ൻ്റെ അറിയില്ല. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ നമുക്കറിയാം 125 കറക്റ്റ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമുക്കൊരു 5√5 എന്നാണ് നേരത്തെ കാണിച്ചത് ഞാൻ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 125ൻ്റെ സ്ക്വയർ റൂട്ട് 5√5.
ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 25ൻ്റെ 5. ഇതിൽ ഈ 5ഉം ഈ 5ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടി? √5 ആണ് അതിൻ്റെ ആൻസർ. അടുത്തത് പോയിൻ്റ് വന്നു. സ്ക്വയർ റൂട്ട് ഓഫ് 0.25 വരികയാണെങ്കിൽ 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് സ്ക്വയർ റൂട്ടിനുള്ളിൽ 2 നമ്പർ ഉണ്ട്. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറേ പാടുള്ളൂ. ഇവിടെ 36ൻ്റെ സ്ക്വയർ റൂട്ട് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ എത്രയാണ്? 6. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 നമ്പർ ഉണ്ട്. സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ 2 നമ്പറേ പാടുള്ളൂ. പകുതി. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വേണം. നമ്മൾക്ക് 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 0 മുന്നിലിട്ടു. അടുത്തത് ഒരു ട്രിക്കാണ് പറയാനായിട്ട്. ഇതൊക്കെ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കേട്ടോ. 1 വെച്ചിട്ടുള്ളിൽ അതിൻ്റെ കൂടെ കുറേ 0 ഉണ്ട്. അപ്പോൾ 4 0 ഉണ്ട്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 0ൻ്റെ കറക്റ്റ് പകുതി എത്ര? 2 0. അപ്പോൾ 100. ഇവിടെ 20,000 ആണെങ്കിൽ ഇത് ട്രിക്ക് നടക്കില്ല. 1 വെച്ചിട്ട് തന്നെ തുടങ്ങണം കേട്ടോ. ഇവിടെ നോക്കിയാൽ 1 കഴിഞ്ഞിട്ട് ഒരു 6 0 ഉണ്ട്. അതിൻ്റെ സ്ക്വയർ റൂട്ട് 1 കഴിഞ്ഞിട്ട് 3 0. ഇതിങ്ങനെ വന്നു. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4900. അപ്പോൾ 49ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 7. 2 0യിൽ നിന്ന് ഒരു 0 വരും. അപ്പോൾ 70. ഇതൊക്കെ ട്രിക്കാണ് കേട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് 121 പിന്നെ 00. 121ൻ്റെ സ്ക്വയർ റൂട്ട് 11 ആണ്. 2 0ൻ്റെ സ്ക്വയർ റൂട്ട് വരുമ്പോൾ ഒരു 0. അപ്പോൾ 110. ട്രിക്ക് വെച്ചറിയേണ്ടത്. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ. ഏതൊരു സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലും ഒരു നമ്പറിൻ്റെ പവർ എത്ര പവർ ആണെങ്കിലും ആ പവറിൻ്റെ പകുതിയാണ് പുറത്തേക്ക് വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സ്ക്വയർ റൂട്ട് ഓഫ് 2/2 എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ 2/1 ആയിരിക്കും. പവറിൻ്റെ പകുതി എൻ്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 100/2 എന്ന് വന്നു. അപ്പോൾ 2ൻ്റെ പകുതി എത്രയാണ്? 1. അപ്പോൾ 100/1 ആണ് അതിൻ്റെ ആൻസർ. 300/4. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ 300/4ൻ്റെ പകുതി എത്രയാണ്? 2 ആണ്. അപ്പോൾ 300/2 ആണ് അതിൻ്റെ സ്ക്വയർ റൂട്ട്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പഠിച്ച പൈതഗോറസ് തിയറം. ബേസ് ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസും ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ബേസ് സ്ക്വയർ. നമ്മൾ പഠിച്ച കാര്യമാണ്. ബേസും ഓൾട്ടിറ്റ്യൂഡും തന്നു 3ഉം 4ഉം. ഹൈപ്പോട്ടന്യൂസ് കാണാൻ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ 4 സ്ക്വയർ. അപ്പോൾ 9 + 16 25 എന്ന് കിട്ടും. അതിൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസും ബേസും തന്നു. നമ്മളുടെ ഓൾട്ടിറ്റ്യൂഡ് കാണാൻ പറഞ്ഞു. അപ്പോൾ 5 സ്ക്വയറിൽ നിന്ന് -3. ഓൾട്ടിറ്റ്യൂഡും ബേസും കാണണമെങ്കിൽ കുറയ്ക്കണം. ഹൈപ്പോട്ടന്യൂസ് കാണണമെങ്കിൽ മാത്രം നമ്മൾ കൂട്ടണം. അപ്പോൾ 5 സ്ക്വയറിന് 25, 3 സ്ക്വയറിന് 9. കുറയ്ക്കുമ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 60 എന്ന് കിട്ടും. ആൻസർ 4. അതുപോലെ ഹൈപ്പോട്ടന്യൂസ് 5ഉം ഓൾട്ടിറ്റ്യൂഡ് 4 ആണെങ്കിൽ ബേസ് കണ്ടുപിടിക്കാനായിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ 5 സ്ക്വയർ -4 സ്ക്വയർ 25 - 16 സ്ക്വയർ റൂട്ട് ഓഫ് 9 3.